1975 ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ നിന്ന് സ്വീഡന്റെ എംബസിയിലേക്ക് അയച്ച സന്ദേശങ്ങൾ വിക്കിലീക്സ് ചോർത്തിയതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 1970കളിൽ രാജീവ് ഗാന്ധി ഇന്ത്യൻ എയർലൈൻസ് പൈലറ്റായിരുന്ന സമയത്താണ് സംഭവം. സാപ്സ്കാനിയ എന്ന സ്വീഡിഷ് കമ്പനിക്ക് അവരുടെ വിഗൻ ഫൈറ്റർ വിമാനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ രാജീവ് ഗാന്ധി ഇടനിലക്കാരനായി പ്രവർത്തിച്ചെന്നാണ് ആക്ഷേപം. കുടുംബ ബന്ധങ്ങൾക്ക് സർക്കാർ തീരുമാനങ്ങളിലുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞാണ് രാജീവ് ഗാന്ധിയെ വിദേശ കമ്പനി ഉപയോഗപ്പെടുത്തിയതെന്ന് എംബസി സന്ദേശത്തിൽ അഭിപ്രായപ്പെടുന്നു. ഒരു പൈലറ്റായ രാജീവ് ഗാന്ധി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്ന എംബസി അധികൃതർ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിഷയത്തിൽ സ്വാധീനിക്കപ്പെടുമെന്നും പറയുന്നു. കരാറിനു വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് കമ്പനിക്കും ഇത് ബോധ്യമുണ്ടായിരുന്നതിനാൽ അന്നത്തെ വ്യോമസേനാ മേധാവി ഒ.പി. മെഹ്റയുടെ മരുമകനെ തങ്ങളുടെ ഇടനിലക്കാരനാക്കി. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സാപ്സ്കാനിയ പിന്മാറുകയും ബ്രിട്ടീഷ് കമ്പനിയായ സെപ്കാറ്റ് ജാഗ്വാർ കരാർ നേടുകയും ചെയ്തു. അടിയന്തരാവസ്ഥക്കാലത്ത് ജോർജ് ഫെർണാണ്ടസ് അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ സഹായം തേടിയതായും മറ്റൊരു രേഖ വെളിപ്പെടുത്തുന്നു. ഫ്രഞ്ച് ഏജൻസിയോട് സാമ്പത്തിക സഹായം തേടിയെങ്കിലും നിരസിക്കപ്പെട്ടതിനെ തുടർന്നാണ് CIA സഹായം സ്വീകരിക്കാൻ ഫെർണാണ്ടസ് സന്നദ്ധത അറിയിച്ചതെന്ന് വിക്കിലീക്സ് രേഖകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.